രക്തരക്ഷസുകളുടെ താഴ്വാരം. അധ്യായം 19. മുഹൂർത്തം 11 മണിക്കാണ്. കൊളവിയോട്ട് ഭവനമാകെ ഇളകിയിരിക്കുന്നു. സ്ത്രീകൾ കുളിയും അണിഞ്ഞൊരുങ്ങലും ആരംഭിച്ചു കഴിഞ്ഞു. പുരുഷന്മാർ കാലക്കൂട്ടി റെഡിയായി. നാട്ടുകാർ ആവേശത്തിലായി. കൊളവിയോട്ട് ഭവനത്തിലെ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് പാരിപ്പള്ളി ചാനാനെ കൊണ്ടുവന്ന് അത് തടയുമെന്നും അതുകൊണ്ട് നാട്ടുകാരും കല്യാണ വീട്ടിൽ പോകരുതെന്നും SNDP നേതാക്കൾ നാട്ടിലാകെ പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം കൊണ്ട് തന്നെ ജനം മുഴുവൻ കൊളവിയോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞു. അവിടെ എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥ നടക്കുകയാണെങ്കിൽ അത് കണ്ട് ആഹ്ലാദിക്കുകയും പറഞ്ഞു ചിരിക്കുകയും ചെയ്യുകയാണ് പ്രാവുകാരുടെ ലക്ഷ്യം. നീലകണ്ഠൻ ചക്രപാണി തുടങ്ങിയ ബലവാന്മാരുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തും അടിപിടിച്ചട്ടമ്പിമാർ കാവൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും കുരുത്തവങ്കട്ടന്മാർ വല്ല അബദ്ധം കാണിക്കുകയാണെങ്കിൽ അവരെ ആ ഭാഗങ്ങളിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാനാണ് ചട്ടമ്പിമാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. കല്യാണപ്പന്തലിൽ 1000 ആളുകൾ ഇരിക്കാനുള്ള കസേര നിരത്തിയിട്ടു. അതിൽ വെള്ള തുണിയും വിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണ് കതിർമണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിറവറയും നിലവിളക്കും ഒക്കെ ഉണ്ട്. ചന്ദനത്തിരി കൊളുത്തി വെച്ചിരിക്കുന്നതിൻ്റെ കസ്തൂരി ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ കുടഞ്ഞിരിക്കുന്നതിൻ്റെയും മണമുള്ള ഗന്ധങ്ങൾ ഏവർക്കും ആരം പകരുകയാണ്. എന്നത് മാത്രമല്ല, കതിർമണ്ഡപത്തിന്റെ സമീപത്തായി തകലുവാദ്യക്കാരും നാദസ്വര കച്ചേരിക്കാരും അവരുടെ പക്കമേളം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. കൊളവിയോട്ട് മാധവൻ കസവ് വെച്ച നെയ്ത കച്ച മുറിമുണ്ടും ഒരു വെളുത്ത ജുബയുമാണ് ധരിച്ചിരിക്കുന്നത്. സഹധർമ്മിണിയായ ദാക്ഷായണി നല്ല വേഷം ധരിച്ച് അതിഥികളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പൂവാങ്കുളങ്ങനും അനന്തൻ തണ്ടാനും പറയാട്ട് പത്മനാഭനും ഒക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു. ഭൃത്യന്മാരും സേവകരും കലവറക്കാരും ഊട്ടുപന്തലും കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. എങ്ങും ജാഗ്രത തന്നെ. SNDP ശാഖയുടെ ആളുകൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇല്ല, അവർ ആരും തന്നെ വന്നിട്ടില്ല. ഭാസ്കരൻ വൈദ്യരും അയണിമുട്ടിൽ പത്മനാഭനും കൊളവിയോടനെ വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. നേരം കുറച്ചുകൂടി കഴിഞ്ഞു. കിഴക്കുനിന്നും ഒരരവണ്ടി മണിയും അടിച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കൂട്ടം ആളുകളും. എല്ലാവരും വീക്ഷിച്ചു. അത് വരനും സംഘമാണ്. ഈച്ചടി മാസ്റ്ററും തൻ്റെ കുടുംബാംഗങ്ങളുമായി അരവണ്ടിയിൽ കല്യാണപ്പുടവയും പുഷ്പാഹാരങ്ങളുമായി വെച്ചിരിക്കുന്നു. അരവണ്ടിയിൽ തന്നെ ഇറങ്ങി. ആദ്യം ഇറങ്ങിയത് ഈച്ചടി മാസ്റ്റർ, പിന്നാലെ വീരഭദ്രനും. ആളുകൾ വളഞ്ഞു. സർക്കാരിൻ്റെ ഗുമസ്തനാണ് കൊളവിയോടൻ്റെ മരുമകനാവുന്നത്. സ്വീകരണ സമയം 10:15. ആ സമയമെത്തി. പന്തലിന്റെ അകത്തുനിന്നും കൊളവിയോടനും ഭാര്യയും ഉൾപ്പെടെ ഒരു സംഘം പേർ വരനെ സ്വീകരിക്കാനെത്തി. പൂച്ചണ്ട് കൊടുത്ത് ഹാരവുമിട്ട് വീരഭദ്രനെ സ്വീകരിക്കുന്നു. എല്ലാവരും പന്തലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആളുകൾ തമ്മിൽ അടക്കത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. എവിടെ പോയി ചാവർക്കോട്ടെ ചാനൻ? കൊളവിയോടനെ ഭയന്ന് വരാതിരിക്കുന്നതാണോ? സമയമായിട്ടില്ലല്ലോ, ഇനിയും വരാവുന്നതല്ലേ ഉള്ളൂ. ഹേയ്, കല്യാണ സമയം ആവുകയാണല്ലോ. ഇനി പിന്നെ എപ്പോഴാണ് വരുന്നത്? വഴിയിൽ വല്ല തടസ്സവും ഉണ്ടായോ? അതറിയാൻ വയ്യ. ഇങ്ങനെ പലരും സംസാരിക്കുന്നു. അവർ സംസാരിക്കുന്നതിൽ ഒരു കാര്യം സത്യമാണ്. വഴിയിലൊരു തടസ്സമുണ്ടായി. പാരിപ്പള്ളി ചാനാന്റെ മണികെട്ടിയ വില്ലുവണ്ടി നിലമേൽ ബംഗ്ലാംകുന്നിൽ വെച്ച് ആരോ ആക്രമിച്ചു. കാട്ടിൽ നിന്നും ഉരുട്ടിക്കൊണ്ടുവന്ന വലിയ പാറക്കല്ലുകൾ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. വണ്ടിക്കാരൻ കാളകളെ പിടിച്ചു നിർത്തി. ചാനാന്റെ ഒപ്പം 2 സേവകരുമുണ്ട്. സേവകരാണ് പുറത്തേക്കിറങ്ങി നോക്കിയത്. ഏതോ അക്രമികൾ ചെയ്തത് തന്നെയാണ്. സൂക്ഷിക്കണം. ഈ ഭാഗത്തെവിടെയെങ്കിലും അവർ ഒളിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ചാനാൻ ഭയന്നു. കാട്ടിൽ നിന്നും വല്ല മലയരും ഇറങ്ങിയതാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അതോ കൊളവിയോടൻ്റെ ആളുകൾ തന്നെ ആക്രമിക്കാൻ പാത്തിരിക്കുകയാണോ? ചാനാന് വലിയ ആശങ്കയായി. എന്തായാലും ഇനി മുന്നോട്ട് പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കൊളവിയോടൻ്റെ ആളുകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. കൃത്യൻ ഉത്കണ്ഠപ്പെട്ടു. ഇവിടെ നിന്നും ഒരു ഫർലോങ് കൂടി കിഴക്കോട്ട് പോയാൽ നിലമേൽ ജംഗ്ഷൻ എത്തും. അവിടെ നമ്മുടെ SNDPയുടെ ഭാരവാഹികൾ കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ചാനാൻ ഭൃത്യന്മാരെ അറിയിക്കുന്നു. പക്ഷേ അവിടെ എത്തണ്ടേ എന്നായി ഒരു ഭൃത്യൻ. എത്തണം, എന്നാൽ ആദ്യം ഞാനല്ല, നീയാണ് എത്തേണ്ടത്. ഒരു ഓടുവഴിയിൽ കൂടി പതുങ്ങി പോവുക. എന്നിട്ട് അവിടെ ചെന്ന് അവരെ വിവരം ധരിപ്പിച്ചാൽ മതി. അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും. ചാനാൻ ഭൃത്യനോട് നിർദ്ദേശിച്ചു. ഏത് വഴിയെ പോവും തമ്പ്ര? ഏതെങ്കിലും വഴിയിൽ കൂടെ പോടാ. അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിന്? ചാനാൻ ഭൃത്യനെ ശകാരിക്കുന്നു. ഭൃത്യൻ ഉടൻ തന്നെ തെക്ക് ഭാഗത്തുള്ള ചരിഞ്ഞ പ്രദേശത്ത് കണ്ട ഊടുവഴിയിലേക്ക് ഇഴഞ്ഞിറങ്ങി.
എന്നിട്ട് പതുക്കെ പതുങ്ങി നടന്നു തുടങ്ങി. പക്ഷെ ആ യാത്ര അധികം മുന്നോട്ട് കഴിഞ്ഞില്ല. അതിനു മുന്നേ തലയിൽ സ്ഥാപികാകൃതിയിലുള്ള തൊപ്പി ധരിച്ച 2-3 ആളാളുകൾ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ പെരമ്പുണ്ട്. വൃത്യൻ അമ്പരന്നു. "ആരാടാ നീ?" എന്ന് തൊപ്പിക്കാരിൽ ഒരാൾ ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. "ഞാൻ അയ്യമ്പള്ളിക്കുട്ടൻ," വൃത്യൻ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. "ഇങ്ങോട്ട് നീ എവിടെ പോണു?" എന്ന അടുത്ത ചോദ്യം. "ഞാൻ നിലമേൽ ചന്തയിൽ മീൻ മേടിക്കാൻ." "അതിന് നീ എന്തിനാ കാട്ടിൻ്റെ ഇടയിൽ കൂടി പോണത്? നിനക്ക് വഴിയെ പോകത്തില്ലേ?" "വഴി കൂടെ പോവാൻ പറ്റിയില്ല." "അതെന്താടാ പറ്റാത്തത്? പറയടാ." തൊപ്പിക്കാർ ഉഗ്രമായി കോപിച്ചു. തുടർന്ന് അയ്യമ്പള്ളിക്കുട്ടൻ എന്ന വൃത്യന്റെ പൃഷ്ഠത്തിൽ ഉഗ്രമായി മർദ്ദിക്കുകയും ചെയ്തു. കുട്ടൻ കരഞ്ഞു. ആ ഉഗ്രമായ നിലവിളി ഒരുപാട് ദൂരെ വരെ കേട്ടെന്നാണ് തോന്നുന്നത്. ചാനാൻ കൂടെ ഉണ്ടായിരുന്ന വൃത്യനോട് ഇപ്രകാരം പറയുന്നു: "നമ്മുടെ കുട്ടനെ ഏതോ കാട്ടുമൃഗം പിടികൂടി കഴിഞ്ഞടാ രാമ. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടിക്കണം ഇവിടുന്ന്." "അയ്യോ തമ്പ്ര, കുട്ടന്റെ ജഡം കൂടി കൊണ്ടുപോകണ്ടേ?" വൃത്യൻ വിളിച്ചു വയ്ക്കുന്നു. വിവരമില്ലാത്ത കഴുതേ, അവന്റെ ജഡമെടുക്കാൻ പോയാൽ നമ്മളും ജഡമാവും. നീ വണ്ടിയിലോട്ട് കയറണം," ചാനാൻ കൽപ്പിക്കുന്നു. "ജഡമില്ലാതെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോകുക? അവന്റെ വീട്ടുകാർ ആളിനെ ചോദിക്കില്ലേ?" എന്നായി രാമൻ. അത് കേട്ട് ചാനാൻ വീണ്ടും സംസാരിച്ചു. "ജഡം നിന്റെ അപ്പനെ വിട്ടെടുപ്പിക്കാം. നിനക്ക് വേണമെങ്കിൽ കൂട്ടിന് പോകാം. പക്ഷേ ഇപ്പോൾ നീ വണ്ടി കയറ്. എനിക്ക് 10 മണിക്ക് കുളവിയോട്ട് എത്തിച്ചേരണം. എന്നുവെച്ചാൽ കല്യാണം തടസ്സപ്പെടുത്തേണ്ടത് മുഹൂർത്തത്തിന് മുമ്പാണ് വേണ്ടത്. മനസ്സിലായെങ്കിൽ കയറടാ വണ്ടിയിൽ." ചാനാന്റെ ഈ കലമ്പൽ കേട്ട് രാമൻ വണ്ടിയിൽ കയറി. അത് അതിവേഗതയിൽ നിലമേൽ ഭാഗത്തേക്ക് കുതിക്കാൻ തുടങ്ങി. എന്നാൽ കുട്ടനെ മർദ്ദിച്ച് അവശനാക്കിയ തൊപ്പിക്കാർ കുറ്റിക്കാടുകൾ ചവിട്ടിത്തൊഴിച്ചുകൊണ്ട് റോഡിൽ പ്രവേശിക്കുന്നു. "അതാ ആരടാ ചാനാൻ റാസ്കലെ, ഇങ്ങ് പിടിക്കടാ" എന്ന് ആക്രോശിച്ചുകൊണ്ടവൻ വില്ലുവണ്ടിക്ക് പിന്നാലെ ഓടാനും തുടങ്ങി. ചാനാനും വൃത്തനും പരിഭ്രമിച്ച് അവശരായി തീർന്നു. "കാളകളെ അടിച്ചു പായിരടാ" എന്നലറുന്നുണ്ട് ചാനാൻ. വണ്ടിക്കാരൻ കാളകളെ ചാട്ട കൊണ്ടടിച്ചു, വാലിൽ പിടിച്ചു നോവിച്ചു. അതിശീഘ്രഗതിയിൽ ഓടിക്കുന്നു എന്നത് മാത്രമല്ല, വണ്ടിയിൽ ഘടിപ്പിച്ച മണി ഇടതടവില്ലാതെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മണിശബ്ദം വളരെ അകലത്തിൽ വളരെ കേൾക്കാമായിരുന്നു. അത് ശ്രവിച്ച് നിലമേൽ ജംഗ്ഷനിൽ കാത്തുനിന്ന SNDP നേതാക്കൾക്ക് ആവേശത്തിലായി. എന്നാൽ 5 നിമിഷങ്ങൾക്കാലം അതിശീഘ്രഗതിയിൽ വന്ന വേറൊരു വല്ലുവണ്ടിക്ക് ഒരു ലക്ഷണപ്പിശക് അവർക്ക് ബോധ്യമാവുന്നു. എന്താണത്? അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കുകയാണോ? ശരിയാണല്ലോ, നേതാക്കൾ പരസ്പരം പറയുന്നു. ഉടൻ തന്നെ വില്ലുവണ്ടിയുടെ പിന്നാലെ പാഞ്ഞു വരുന്ന ഒരു സ്തൂപിക തൊപ്പി ധരിച്ച ആക്രമികളെയും കണ്ട് അമ്പരന്ന് നിൽക്കുകയും ചെയ്യുന്നു. "അയ്യോ, ആരടാ തെമ്മാടികളെ" എന്ന് ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്യുന്നു. SNDPക്കാരെ ആകസ്മികമായി കണ്ട അക്രമികൾ കൂടെ പായുന്നത് ബുദ്ധിദോഷമാണെന്ന് മനസ്സിലാക്കിയതിനാവാം ഒന്ന് അറച്ചു നിന്നു. അതിനുശേഷം തിരിച്ചു പായുന്ന രംഗമാണ് സംജാതമായത്. ചാനാൻ ഭയന്ന് വിറച്ച് വില്ലുവണ്ടിയുടെ അകത്തു തന്നെ ഇരിക്കുകയായിരുന്നു. കൂടെയുള്ളത് സന്തത സഹചാരിയായ രാമൻ മാത്രം. "എന്തുപറ്റി വൈദ്യരെ?" ഭാസ്കരൻ വൈദ്യർ വെപ്രാളത്തോടെ ചോദിച്ചുപോയി. "ഇന്ന് ആട് മുഴുവൻ അക്രമികൾ കൈയടക്കി വെച്ചിരിക്കുകയാണല്ലോടോ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ?" ചാനാൻ ആശങ്കയും അമർഷവും കലർന്ന സ്വരത്തിലാണ് ആരഞ്ഞത്. "ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്." ചാനാന്റെ ഭയം അപ്പോഴും മാറിയുന്നില്ല. ഈ സന്ദർഭത്തിൽ രാമൻ വായ തുറന്നു. മേലെ മുക്കിൽ പാറ പിടിച്ചുകൊണ്ടെന്ന് വെച്ച് വണ്ടി തടഞ്ഞു. ആരാണെന്നറിയാൻ വണ്ടി നിറങ്ങിപ്പോയ നമ്മുടെ അയ്യമ്പള്ളിക്കുട്ടനെ പുലി പിടിച്ചു. അവന്റെ വിളി കേട്ടാണ് നമ്മൾ ഈ വണ്ടി കയറി പാഞ്ഞത്. അപ്പോൾ തന്നെ കുറച്ച് തൊപ്പിക്കാരന്മാർ കല്ലും വടിയുമായി വണ്ടിയുടെ കൂടെ പോന്നു. അങ്ങനെയാണോ സംഗതി? പക്ഷേ ഈ ഭാഗത്തൊന്നും പുലിയും കടുവയും ഇല്ല. ഏറിയ കാട്ടുപന്നി, അല്ലാതൊന്നും ആക്രമിക്കാൻ സാധ്യതയില്ല. നിലവിളി കേട്ടെങ്കിൽ തീർച്ചയായും അതേതോ പിടിച്ചുപറിക്കാരനാവാനാണ് സാധ്യത, SNDPക്കാർ വെളിപ്പെടുത്തി. "എന്നാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം" എന്നായി കൂടെ നിന്നവർ. "അത് വേണ്ട, അവനെ ഇനി നോക്കാൻ നിൽക്കണ്ട. നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകാം. കല്യാണം നടക്കും മുമ്പ് തടഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം?" വൈദ്യൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ അയനിമുട്ടിൽ പത്മനാഭൻ എതിരഭിപ്രായം പറഞ്ഞു. "അതല്ല തന്ത്രം. സമയത്തിനു മുമ്പ് എത്തിച്ചേരരുത്. അങ്ങനെ വന്നാൽ അവന്മാർ എന്തും ചെയ്യും. ചാനാൻ മുഹൂർത്തത്തിനു മുമ്പ് എത്തിച്ചേർന്ന് വിവാഹത്തിന് കിഴിപ്പണം കൈപ്പലാറ്റിക്കൊണ്ട് സമ്മതം കൊടുക്കാതെ അമർ എങ്ങനെ താലുകെട്ടൽ നടത്തും? അപ്പോൾ മുഹൂർത്തം മുടങ്ങുകയും കല്യാണം നടക്കാതിരിക്കുകയോ അല്ലേ ചെയ്യുവാനോ?" എല്ലാവരും ആലോചിച്ചു. കാര്യം സത്യം തന്നെയാണ്. ചാനാൻ എത്തിച്ചേരാതെ കല്യാണം നടക്കുകയില്ല. എല്ലാവരും ചിരിച്ചു. SNDP നേതാക്കന്മാർ ചാനായും കൂട്ടി കൊളവിയോട്ടേക്ക് തിരിച്ചു. അവന്റെ ഒരു പീറക്കല്യാണവും ഇന്നത് നടക്കില്ല. അത് ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ചാനാൻ മനസ്സിൽ കണക്കുകൂട്ടി. കൊളവിയോട്ട് ഭവനത്തിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. വിവാഹത്തിന്റെ മുഹൂർത്തം ആഗമിച്ചു കഴിഞ്ഞിരുന്നു. ആളുകൾ ആകെ ഉത്കണ്ഠാകുലരായി. ചാനാൻ വരുമോ ഇല്ലയോ? എന്തായി സംസാരം.
അദ്ദേഹം വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇവിടുത്തെ ഭൃത്യൻ ചക്രവാണി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ഭൃത്യന്മാരെ അടിച്ചെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഇനി ചാനാൻ വരാൻ സാധ്യതയില്ല. എന്നാലും നാട്ടാചാരം നടത്താതിരിക്കാൻ പറ്റുമോ? ചാനാന് നിയമപ്രകാരം കൊടുക്കേണ്ട കിഴിപ്പണം കൊടുത്തല്ലേ പറ്റൂ. അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹം വന്നല്ലേ പറ്റൂ. അതിനെ അദ്ദേഹത്തിന് അനന്തരവന്മാരാരെങ്കിലും പറഞ്ഞുവിടും. അദ്ദേഹത്തിന്റെ അധികാര ചിഹ്നമായി ചുറ്റിട്ട പെരുമ്പാവുമായിട്ടാണ് അനന്തരവൻ വരിക. അതായാലും മതി. എന്നിട്ടും അനന്തരവനെയും കാണുന്നില്ലല്ലോ. മുഹൂർത്തം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീലകണ്ഠൻ കൊളവിയോടന്റെ ചെവിയിൽ എന്തോ അടക്കം പറഞ്ഞു. ശരി എന്ന് കൊളവിയോടൻ തലകുലുക്കി സമ്മതിച്ചു. വിവരങ്ങൾ പ്രമാണിമാർ പരസ്പരം കൈമാറി. പരികർമ്മിയായ സുബ്രഹ്മണ്യം പോറ്റിയുമായി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. തുടർന്ന് കൊളവിയോടൻ സദസ്സിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട നാട്ടുപ്രമാണിമാരെ, സുഹൃത്തുക്കളെ, എൻ്റെ മകൾ വസുന്ധരയും വീരഭദ്രനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്. എല്ലാവരും വധുവരന്മാരെ അനുഗ്രഹിക്കണം. ഉടൻ തന്നെ സദസ്സിൽ നിന്നും ഒരു ചോദ്യം തന്നു: കല്യാണത്തിന് ചാനാൻ വരണ്ടേ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ക്ഷണിച്ചിരുന്നു. സമയത്തു തന്നെ എത്തിച്ചേരുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും കണ്ടില്ല എന്ന് കരുതി വിവാഹത്തിന്റെ മുഹൂർത്തം തെറ്റിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിവാഹത്തിന്റെ ചടങ്ങ് നടത്താൻ പോവുകയാണ്. അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ കല്യാണം നടക്കട്ടെ എന്ന് ചിലരും. അത് സമുദായചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മറ്റു ചിലരും വിളിച്ചു പറഞ്ഞെങ്കിലും കല്യാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. ഏവർക്കും ഉൾക്കണ്ട. വിവാഹവേദിയിലേക്ക് വധു ആനയിക്കപ്പെട്ടു. ഒപ്പം താലിയും മാലിയായി ഒരു ഡസൻ ബാലികമാരും. നാദസ്വരക്കാർ അവരുടെ സ്പീഡ് കൂട്ടി. വസുന്ധര സർവാഭരണ വിഭൂഷിതയായി. മാത്രമല്ല, കുലച്ചിറങ്ങിയ കാർക്കൂന്തൽ നിറയെ പിച്ചകമാല പൊതിഞ്ഞിരിക്കുന്നു. കതിർമണ്ഡപത്തിൽ ഉപവിഷ്ടനായി വീരഭദ്രൻ. വസുന്ധരയെ കയറിയിരിക്കാൻ സുബ്രഹ്മണ്യം പെറ്റി കൈകൊണ്ട് ആംഗ്യം കാട്ടി. ചുറ്റിനും പ്രമാണിമാരും അണിഞ്ഞൊരുങ്ങിയ നാരികളും കൂടി നിന്നു. നിലവിളക്ക് തെളിഞ്ഞു കത്തുന്നു. അങ്ങനെ ആ മംഗളമുഹൂർത്തം എത്തി. പരിസരത്തുണ്ടായിരുന്ന സ്ത്രീകൾ അതാ കുരവയിടുന്നു. അടർത്തി വെച്ചിരിക്കുന്ന നന്ദരവട്ടവും അരുളിയും തെറ്റിയും ഉൾപ്പെടെ പൂക്കൾ വധൂവരന്മാരുടെ നേർക്കെറിഞ്ഞ് അനുഗ്രഹം ചെരിയുന്നു. തകലുവാദ്യം അതിന്റെ പരമകാഷ്ഠിയിലെത്തുന്നു. താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. വീരഭദ്രൻ തലയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ഈച്ചടി മാസ്റ്റർക്കും സന്തോഷമായി. ചെറുമംഗലത്ത് നാരായണന്റെ തോളും പമ്പും നിറഞ്ഞ വെടകത്തിൽ നിന്നും രക്ഷപിടിക്കാൻ കഴിഞ്ഞതും മഹാധനികനായ കൊളവിയോടന്റെ ഏകമകൾ തന്റെ മരുമകളായതുമൊക്കെയാണ് ആ സന്തോഷത്തിന് നിദാനം. പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തറവാടിന്റെ പടവുകൾ താഴെ പൊതുനിരത്തിൽ ഒരു വില്ലുവണ്ടിയും മണിയും അടിച്ചടിച്ചെത്തിച്ചേർന്നു. അപ്പോ ഊട്ടുപന്തലിൽ ആദ്യത്തെ പന്തി വിളമ്പിക്കഴിഞ്ഞിരുന്നു. ചാനാനോടൊപ്പം ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും പടവുകൾ കയറി തിരുമുറ്റത്ത് കെട്ടിയിരുന്ന പന്തലിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. എവിടെയോ കൊളവിയിട്ട് മാധവൻ? ചാനാന്റെ ആദ്യത്തെ ചോദ്യം. പടവുകാർ മുഴുവൻ ഞെട്ടി. ഞാനിവിടെ തന്നെയുണ്ട് ചാനാരെ, ഇങ്ങോട്ട് വരിക. കൊളവിയോടൻ പ്രതിജയിച്ചു. പരമ അഹങ്കാരി, ഇവിടെ ചാനാനൊരുത്തൻ ജീവനോടെ ഇരിക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം നടത്തുമോ താൻ? ചാനാന്റെ അടുത്ത ചോദ്യം. അത് എന്താ പിശകല്ലല്ലോ ചാനാരെ, നിങ്ങൾ എത്തിച്ചേരാൻ വൈകിയതുകൊണ്ടല്ലേ? നിർത്തടോ, ഞാൻ എപ്പോൾ വരണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ? അയാൾ രൗദ്രഭാവം പൂണ്ടു. പിന്നെ എൻ്റെ മകളുടെ വിവാഹം എപ്പോൾ താൻ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ? കൊളവിയോടന്റെ മറുചോദ്യം. ചാനാൻ ഒന്ന് പവച്ചു. ഉടൻ തന്നെ SNDP നേതാവ് ഭാസ്കരൻ വൈദ്യൻ ഇടപെട്ടു. ബഹുമാന്യനായ പാരിപ്പള്ളി ചാന്യാനെ താനെന്ന് വിളിക്കുന്നത് തൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഇത് ഈ നാട്ടിലെ സമുദായക്കാർ അംഗീകരിക്കില്ല. നമ്മുടെ സമുദായക്കാർ പാലിച്ചു പോരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതില്ലാതാക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പടവുകാരും പിരിഞ്ഞു പോവുക. ഈ കല്യാണം നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് സമുദായത്തിന്റെ അധികാരികൾ എന്ന നിലയിൽ നമ്മൾ കൽപ്പിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോവുക. ആണിമൂട് നിർദ്ദേശിച്ചു. എന്നാൽ ആരും ചലിക്കുന്നില്ല. ഊട്ടുപന്തലിൽ ഭോജനം നടക്കുകയും ചെയ്യുന്നു. ഈ നേരത്ത് നീലകണ്ഠൻ രംഗത്തേക്ക് വന്നു. ആളുകൾ മാറി നിന്നു. അയാൾ ചാനാന്റെ മുഖത്ത് നോക്കി. ഈ നിൽക്കുന്ന കോഞ്ഞമ്മാളകൾ നിങ്ങൾക്കൊപ്പമാണോ വന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചു. അതെ, എന്താ തനിക്ക് പിടിച്ചില്ലേ? അവർ ഈ സ്ഥലത്തെ സമുദായ നേതാക്കളാണ്, ചാനാൻ ചോദിച്ചു. എങ്കിൽ ഇതിലൊരുത്തനെ ഞാനിപ്പോൾ കൊല്ലാൻ പോവുകയാണ്. ആരെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൊണ്ട് തന്റെ അരയിൽ നിന്നും ഒരു പെരുങ്കടാര കയ്യിലെടുത്തു. ആളുകൾ ആകെ ഭയന്നു. നീലകണ്ഠൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. SNDP നേതാക്കൾ കിടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയണിമൂട്ടനെ നീലകണ്ഠൻ തൂക്കിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ! ആളുകൾ നിലവിളിച്ചു പോയി. എടാ, അയാളെ തൊട്ടുപോരുത്, ഇത് പാരിപ്പള്ളി ചാനാന്റെ കൽപ്പനയാണ്. ചാനാൻ അലറി. പക്ഷെ അതൊന്നും നീലകണ്ഠൻ വകവച്ചില്ല. അയണിമൂട്ടനെ പൊക്കിയെടുത്ത് നിലത്തിട്ടൊരു ചവിട്ട് കൊടുത്തു. ഇതോടെ SNDP നേതാക്കന്മാരും അവരെ അനുഗമിച്ചു വന്നവരും ചിതറി ഓടിക്കഴിഞ്ഞു. ചാനാനും അയാളുടെ സന്തത സഹചാരിയായ രാമനും മാത്രമേ
അക്കൂട്ടത്തിൽ അവശേഷിച്ചുള്ളത്. രാമനാകട്ടെ നീലകണ്ഠനെയും മറ്റുള്ളവരെയും മാറി മാറി തൊഴുതു ഉപദ്രവിക്കരുതെന്ന് കേഴുകയും ചെയ്യുകയാണ്. പാരിപ്പള്ളി ചാനാൻ ആകെ വിഷണ്ണനെ. എന്താ ചാനാരെ, ഊണ് കഴിക്കുന്നോ? ചോദിച്ചത് പൂവാങ്കുളത്ത് ഗോവിന്ദൻ. അത് തന്നെ ആക്ഷേപിക്കാനാണെന്ന് ചാനാന് ബോധ്യമുണ്ട്. അയാൾ നിശ്ചലനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, രാജകൊട്ടാരത്തിൽ നിന്നും ചാനാൻ പട്ടം കിട്ടിയ ചാവർക്കോട്ട് വൈദ്യനെ ആക്ഷേപിച്ച് തിരിച്ചുവിട്ടതിനു ശേഷം സുഖമായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിക്കരുത് മൂട്ടന്മാരെ. ഇതിന്റെ ഫലമെല്ലാം നിങ്ങൾ അനുഭവിക്കും. ഇത് ഞാൻ വിടില്ല. നാട്ടാചാരം ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാനേ പോണില്ല. ഈ സമയം കുളവിയോടം വീണ്ടും രംഗത്ത് വന്നു. എടാ ചാനാരെ, വലിയ അന്തസ് പറയാതടോ. ചാനാന്മാരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തിരുന്ന കാലത്ത് അതിനെതിരെ പോരാടിയതും കമ്പും വടിയുമായി സവർണരെ അടിച്ചു നിർത്തിയതും ഇവിടുത്തെ നമ്മുടെ ആളുകളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ചാനാർ പെണ്ണുങ്ങൾ കഞ്ചുകവും റൗക്കുകയും ധരിച്ചു നടന്നതും ഇവിടെയാണ്. അന്ന് താൻ എവിടെയായിരുന്നു? അതോ എക്കാലവും നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങനെ നടക്കണമായിരുന്നു? കീഴ്വഴക്കം അതായിരുന്നല്ലോ. കൊളവിയിടം പറഞ്ഞത് കേട്ട് ചാനാൻ നിശബ്ദമായി. ഒന്നും വേണ്ടാതെ പന്തലിന് പുറത്തേക്ക് നടക്കുകയും ചെയ്തു. പോകാൻ നേരം ഒരു പണക്കിഴി കൊടുത്തെങ്കിലും അയാൾ വാങ്ങിയില്ല. വേണ്ടെന്ന് പറഞ്ഞു. ഇനിമേൽ ഈ നാട്ടിൽ ആ കല്യാണം നടത്താൻ ചാനാന്റെ അനുമതിയൊന്നും വേണ്ട. കിഴിപ്പണം കൊടുക്കുകയുമില്ല. നീലകണ്ഠൻ വിളിച്ചു പറഞ്ഞു എല്ലാവരോടുമായിട്ട്. നാഴിക 10. എല്ലാം പോയി. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു കഴിഞ്ഞു. അവർ വിജയിച്ചിരിക്കുന്നു. പരാജയം ഒന്നൊന്നായി നമ്മെ പിറുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുമംഗലത്ത് നാരായണൻ നിരാശ കലർത്തി പറഞ്ഞു. ഒപ്പമുള്ളത് അരക്കന്നൂർ സ്വാമി എന്ന കൊടുങ്കള്ളം മാത്രം. പിന്നെ കാശിന് കൊള്ളാത്ത നന്ദഗോപനം. നിരേശാന്തീന നാരായണ, നമുക്കെന്ത് നഷ്ടമാണ് സംഭവിച്ചത്? നമ്മുടെ വകയും മുതലും ഒന്നും നഷ്ടമായിട്ടില്ലല്ലോ. പിന്നെന്ത്? പണമുണ്ടെങ്കിൽ ചുറ്റും നിൽക്കാൻ എത്ര പേരെ വേണമെങ്കിലും കിട്ടും. പിന്നെന്ത് ഭയക്കാൻ? സ്വാമി അങ്ങനെ ചോദിച്ചിട്ട് നാരായണന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഇപ്പോഴെന്റെ ജാമാതാവായ ഈച്ചടി മാസ്റ്ററുടെ മകൻ വീരഭദ്രൻ കൂടി വന്നിരിക്കുന്നു. അവൻ ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനാണ്. എന്നുവെച്ച സാർ സിപ്പിയുടെ ഗവൺമെന്റിന്റെ ബലം അത് നിസാരപ്പെട്ട ഒരു സംഗതിയല്ല. അതവന്റെ ബലം കൂടുക തന്നെ ചെയ്യും. ഭയപ്പെടാതിരിക്കും നാരായണ. കൊളവിയോടന്റെ മരുമകൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ച് നമ്മൾ ഭയക്കുന്നത് എന്തിന്? നമുക്ക് ഒരു മാസം കിട്ടുന്ന ആദായത്തിന്റെ 10-1 വരുമോ അവന്റെ ശമ്പളം? പണമാണല്ലോ എല്ലാത്തിനും മുകളിൽ. എങ്കിലും ഉദ്യോഗം ഒരു പവർ തന്നെയാണോ? അത് നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാം. അത് കളെ. നമ്മുടെ സോദരം പരമപ്രസ്ഥാനക്കാരുമായി എനിക്ക് നല്ല പിടിപാടാണ്. അവരുടെ നേതാവ് മയ്യനായിട്ടുള്ള സി കേശവനെ എനിക്കറിയാം. അദ്ദേഹം വിചാരിച്ച ഏതുദ്യോഗസ്ഥനെയും താനം തെറിക്കും. സാർ സിപിയുമായി എത്ര അടുപ്പമാണ് അദ്ദേഹത്തിന്? സ്വാമി വീമ്പ് പറഞ്ഞു. അത്രയ്ക്കൊന്നും വേണ്ട എന്ന് നാരായണൻ കളിയാക്കി. വേണ്ടി വന്നാൽ അതും ചെയ്യും ഈ സ്വാമിജി. വാസ്തവത്തിൽ അരക്കന്നൂർ സ്വാമിയെ ഒരു കള്ളനാണെന്ന് ഈ പറയുന്നത് മുഴുവൻ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നും സി കേശവന് സാർ സിപി എന്ന് കേട്ടാൽ ചതുർത്ഥിയാണെന്നും നാരായണൻ അറിയാം. പക്ഷെ ഗത്യന്തരമില്ല. ഏതെങ്കിലും കുറച്ച് കുബുദ്ധികളുടെ സമീപവും സഹായമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. മുമ്പ് ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ ഓരോന്നും നാരായണന്റെ മനസ്സിൽ കടന്നുപോയി. ചെറുപ്പം മുതൽ കൊന്നുകുഴിച്ചു മൂടിയ ഓരോരുത്തരുടെയും മുഖങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. എല്ലാം പ്രേതങ്ങളുടെ രൂപത്തിൽ. ഏറ്റവും അവസാനം അതിശക്തനും കൂലിക്കൊലയാളിയുമായ മഹതുമാരാർ വരെ. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇനിയും എത്ര പേരുടെ ജീവനാണ് എടുക്കേണ്ടി വരിക? ചിന്തകളുടെ ഒടുവിൽ നാരായണൻ ഇപ്രകാരമായി. ഈ കൂട്ടുകുടുംബ സമ്പ്രദായമാണ് എല്ലാ നാശങ്ങൾക്കും കാരണം. കൊളവിയോട്ടുകാർ ജയിക്കുന്നത് മരുമക്കത്തായം ഉപേക്ഷിച്ചതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ചെറുമംഗലത്ത് ഭവനം പണ്ടേ ഓഹരി ചെയ്ത് മാറ്റേണ്ടതായിരുന്നു. സംശയമെന്ത്? കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ അനന്തരാവകാശി അനന്തരവന്മാരിൽ മുതിർന്നവനായിരിക്കുമല്ലോ. ഈ അനന്തരവന് മാതുലിനോട് എപ്പോഴും പകയായിരിക്കും. അയാൾ മരിച്ചെങ്കിൽ അധികാരം തനിക്ക് കിട്ടിയനെ എന്ന ചിന്തയിൽ നിന്നാണ് ഈ പകയുണ്ടാവുന്നത്. എന്നാൽ കുടുംബത്തിന്റെ അധികാരം സ്വന്തം പിതാവാണെങ്കിൽ നേരെ മറിച്ചാവും വിചാരം. പിതാവിനോട് പുത്രൻ എപ്പോഴും ആദരവായിരിക്കും. പിതാവിനോടും പുത്രനോടും വാത്സല്യമായിരിക്കും. അതാണ് പിന്തുടർച്ചയ്ക്ക് രീതി. അരക്കന്നൂർ സ്വാമി ഈ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. വേണ്ടത് മക്കത്തായം തന്നെ. പല ഭാര്യമാരും കുറച്ചധികം മക്കളും. അതുകൊണ്ട് തന്നെ ഒന്നിനും തന്നോട് ആദരവും സ്നേഹവുമില്ല. താൻ മരിച്ചുപോയാലും ആർക്കും സങ്കടമുണ്ടാവില്ല. സന്തോഷമായിരിക്കും അവർക്കും. പക്ഷേ കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി തനിക്ക് മാത്രമായി ഒരു കുടുംബം ഉണ്ടാക്കുക അസാധ്യം തന്നെ. ഈ സംഭാഷണത്തിനിടയിൽ അരക്കന്നൂർ സ്വാമി ഒരു കാര്യം സൂചിപ്പിച്ചു. ഇവിടുത്തെ അരവിന്ദൻ എന്ന പയ്യൻ വളരെ അമർഷത്തിലാണ്. അവൻ്റെ മനസ്സ് പുകയുന്നത് എനിക്ക് കാണാം. അത് സൂക്ഷിക്കണം. അറിയാം. പക്ഷെ അതൊന്നും ഞാൻ പുല്ലുപോലും വകവയ്ക്കില്ല. അവനെ തീരെ സഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പാട്ടിന് പോട്ടെ. ഈ നാരായണനെ വിരട്ടാൻ അവനല്ല അവൻ്റെ തന്ത ഇട്ടിവാശങ്കരം വിചാരിച്ചാലും നടക്കില്ല. വേണ്ടി വന്നാൽ എന്ന അരിശത്തോടെ പറഞ്ഞു നിർത്തി. എന്താ നിർത്തിയത്? അവനെ എന്താ കൊന്നുകളയുമോ? ചോദിച്ചിട്ട് നാരായണന്റെ മുഖം സസൂക്ഷ്മം വീക്ഷിക്കുന്നു സ്വാമി. അതിനും മടിക്കില്ല ഈ നാരായണൻ. അറിയാമല്ലോ നിങ്ങൾക്ക്.
അതറിയാം. പക്ഷേ അത് വേണോ? വേണമെന്ന് അവൻ നിർബന്ധിക്കാതിരുന്നാൽ മതി. വെറുതെ പോണ മരണത്തെ കൈയടിച്ചു വിളിക്കരുത്, ഇറന്നു വാങ്ങിക്കുകയും ചെയ്യരുത് പറഞ്ഞിട്ട് നാരായണൻ രൂക്ഷമായി മുകളിലേക്ക് നോക്കിയിരുന്നു. രംഗം എന്തായാലും കൊഴുക്കുന്നതിൻ്റെ ലക്ഷണം കണ്ട് സ്വാമിജിക്ക് ഉള്ളിൽ സന്തോഷമായി. അമ്മാവനും അനന്തരനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരാളുടെ അന്ത്യം ഉറപ്പാണ്. ഒന്നുകിൽ നാരായണൻ അരവിന്ദനെ കൊല്ലും, അല്ലെങ്കിൽ അരവിന്ദൻ നാരായണനെ കഥഴിക്കും. രണ്ടായാലും ഇല്ലാതാവുന്ന ചെറുമംഗലത്ത് നാരായണന്റെ അധീശത്വം. അപ്പോഴും കരുക്കൾ നീക്കിയാൽ തനിക്കിവിടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗം കൈയടക്കാം. പുരന്തരം പണ്ട് നീലകണ്ഠനെ കുത്തു കിട്ടിയതിനു ശേഷം നല്ല കണ്ടീഷനിലല്ല. മറ്റുള്ളവർ അശക്തരും. ഓരോന്ന് ചിന്തിച്ച് സ്വാമിജിയുടെ ഉള്ളം ഉന്മാദത്തിലായി. ഇനി ചെറുമംഗലത്ത് ഭവനത്തിന്റെ ഭരണാധികാരിയായി മാറുക എന്നുള്ളതാണ് ലക്ഷ്യം. അന്ന് രാത്രി നല്ലതുപോലെ ഇരുട്ടിയതിനു ശേഷം സ്വാമിജി തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എല്ലാ ഭാഗവും സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കിഴക്ക് ഭാഗത്ത് മുറ്റത്ത് ഇറങ്ങി മുന്നിലേക്ക് അയാൾ നടക്കുന്നു. എവിടേക്കാണ് അയാൾ യാത്രയാവുന്നത്? എന്തോ ഒരവലക്ഷണം ആ നിശാസഞ്ചാരത്തിലുള്ളത് എന്ന് വ്യക്തം. നാരായണൻ രാത്രിയിൽ ഒരിക്കലും ചെറുമംഗലത്ത് കാണുകയില്ല. ഭാര്യഗ്രഹങ്ങളിലായിരിക്കും സഞ്ചാരം. അതുകൊണ്ട് തന്നെ തറവാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സൗകര്യം എതിരാളികൾ ഗൂഢാലോചനകൾക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്ത് ഒരു കാവലാളിനെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശാലമായ കൃഷിസ്ഥലങ്ങളിൽ കാവൽ മാടങ്ങളും അവിടെല്ലാം 1-2 കാവൽക്കാരുമുണ്ട്. തേങ്ങയും പാക്കും മരച്ചീനിയും വാഴക്കുലയും ഉൾപ്പെടെ സാധനങ്ങൾ തസ്കരന്മാർ കവർന്നെടുക്കാതിരിക്കാനാണ് കാവൽക്കാരൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള കാവൽക്കാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഏതു ഭാഗത്തേക്ക് പോകാനുള്ള വഴികൾ അരക്കന്നൂർ സ്വാമിക്കറിയാം. എവിടേക്കാണ് അയാൾ പോകുന്നത് സസൂക്ഷ്മം വീക്ഷിക്കുക തന്നെ വേണം. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ നോവലിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.